ഈ വീട്ടിൽ റിനോവേഷനും അപ്പുറം പുതിയ ഐഡിയകൾ ഒരുപാടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്കീമാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈനർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സിറ്റ് ഔട്ടിലേക്കുള്ള ഒരു ഷോ എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടെ കൊടുത്തപ്പോൾ എന്താ അതിൻ്റെ ഒരു ഫീല് കണ്ടില്ലേ? നൈറ്റിലൊക്കെ നല്ലൊരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഡിസൈനർ ഏറ്റവും കൂടുതൽ ഡിസൈൻ ലെവലിനെ ശ്രദ്ധിച്ചു എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഈ ഒരു എൻട്രൻസ്. ഒക്കെ ഉണ്ടാവുന്ന വീടുകളിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഷെൽഫുകൾ കാണാം. അങ്ങനെയുള്ള ഒരു ഷെൽഫ് ഉണ്ടായിരുന്ന സ്ഥലമാണിത്. മുമ്പ് കിച്ചണിലേക്കുള്ള എൻട്രൻസ്, ആ എൻട്രൻസ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വാളിനെ നല്ല ഹൈലൈറ്റ് വാളായിട്ട് കൊടുത്തിരിക്കുന്നത്. റിനോവേഷൻ ആണെന്ന് ഫീൽ ചെയ്യുക ഇതിങ്ങനെ തുറന്നിടുമ്പോഴാണ്. വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ. ഇത് ഈ വീട്ടിലേക്ക് അഡീഷണൽ ആയിട്ട് ചെയ്ത കിച്ചണാണ്. ഈ ഒരു സ്പേസ് തന്നെ കണ്ടില്ലേ? ഹായ് ഫ്രണ്ട്സ്, 20 വർഷം മുൻപ് പണിത ഒരു വീടിനെ ഒന്ന് റിനോവേറ്റ് ചെയ്തെടുത്താലോ? ഭംഗിയുള്ള വീടുകൾ ഒരുപാട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത് 20 വർഷം മുൻപ് ചെയ്ത വീടിനേതാ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ട് നമ്മുടെ റഫീഖ് എഞ്ചിനീയർ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വീടാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ വന്നിരിക്കുന്ന മഞ്ചേരിയിലാണ്. മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒരിക്കലും ഒരു നഷ്ടമാവില്ല. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആൽക്കൻ. 1400 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഭംഗിയുള്ള വീട് നിൽക്കുന്നത്. നമുക്കറിയാം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സൈസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. മുമ്പെന്ന് കാണുന്ന ഈ ഡിസൈനിൽ മാത്രമുള്ള ചെറിയ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. എന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല ഷോ വാൾ ഡിസൈൻസ് നമുക്ക് ഈ ഫ്രണ്ട് എലിവേഷനിൽ തന്നെ കാണാൻ പറ്റും. ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ എഞ്ചിനീയർ. ഇത് സാധാരണ രീതിയിൽ നമ്മൾ സ്ക്വയർ ഷേപ്പിലുള്ള ഡിസൈനുകളോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കാണാറുള്ളത്. ഇതാ നോക്കിയേ, അടിപൊളിയായിട്ടുള്ള ഓവൽ അല്ലെങ്കിൽ എഡ്ജിനെ കെർവ് ചെയ്തെടുത്തിരിക്കുന്ന ഡിസൈനാണ് റെക്റ്റാങ്കിളിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ചോദിച്ചാൽ ഇതിൻ്റെ കളർ സ്കീം എന്ന് പറഞ്ഞാൽ ഗ്രേ ക്രീം കളർ സ്കീമാട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്കീമാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈനർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1400 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അതിൽ ഈ ഷോ വാളൊക്കെ എക്സ്ട്രാ വരുന്നതാണ്. നമുക്കറിയാം ഷോ വാൾ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഷോ ഡിസൈൻ വരുന്ന വാളുകളാണ്. 2 എലമെൻ്റാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. അതിൽ ഒന്ന് ഈ കാണുന്ന എലമെൻ്റാണ്. ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ വന്നിരിക്കുന്ന ഈ വലിയ ഗ്ലാസ് വിൻഡോ ആണ്. ഇത് ഫിക്സഡ് ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത്. 2 എലമെൻ്റാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു വൈറ്റ് ബോർഡറും അതുപോലെ തന്നെ ഒരു ഗ്രേ കളറുള്ള ബോർഡറും. ഈ ഗ്രേ കളറുള്ള ബോർഡർ എന്ന് പറയുമ്പോൾ എക്സ്റ്റീരിയറിൽ ബൗണ്ടറിയിൽ വരുന്ന ഒരു വോളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു കളർ കണ്ടില്ലേ? ഇതാണ് നമ്മൾ ടെക്സ്ചർ വർക്കിൽ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ഐവറി കളറിലാണ് വന്നിരിക്കുന്നത്. അത് ഈ കളർ കോമ്പിനേഷൻ ഏറ്റവും മാച്ചായത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള 2 എലമെൻ്റാണ് വന്നതെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ഈ ഭാഗത്ത് ഈ ഒരു പ്ലാന്റർ ബോക്സിൻ്റെ ഒരു ഏരിയകളാണെങ്കിൽ, രണ്ടാമത്തേത് ഇവിടെ കാണുന്ന ഈ ഒരു പ്ലാന്റർ ബോക്സിൻ്റെ സൈഡിലാണ്. അതായത് ഇത് സിറ്റ് ഔട്ടിലേക്കുള്ള ഒരു ഷോ എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ്, എന്നാൽ ഹൈറ്റിൻ്റെ കാര്യത്തിൽ ചെറിയ വേരിയേഷൻ വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമുക്കറിയാം ഇത് ഒരേപോലുള്ള ഡിസൈൻ വീടിൻ്റെ ഫ്രണ്ട് എലവേഷനിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിസൈനർ ഒരേ ലെവലിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം. അതിലുള്ള ഒരു ഹൈറ്റ് വേരിയേഷൻ തന്നെ ആവാം ഇത് എന്ന് കരുതുന്നു. എന്തായാലും ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എനിക്കിഷ്ടപ്പെട്ട ഭാഗം ഈ കാണുന്ന ടെക്സ്ചർ വർക്കിൻ്റെ ഏരിയ കേട്ടോ. ഇതിൽ ലൈറ്റും കൂടെ കൊടുത്തപ്പോൾ എന്താ അതിൻ്റെ ഒരു ഫീല് കണ്ടില്ലേ? നൈറ്റിലൊക്കെ നല്ലൊരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ പ്ലാന്റർ ബോക്സൊക്കെ ഒരുപാട് പ്ലാന്റ്സോടെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വീടിൻ്റെ അകത്ത് കയറി നോക്കാം. വീടിൻ്റെ അകത്തും കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ ഇവിടെ കാണാൻ പറ്റുന്നത് നല്ല ഒന്നാമത്തെ ലപ്പോത്ര സ്റ്റൈൽ വരുന്ന ടൈലുകളാണ്. 45 കട്ട് ചെയ്തിട്ടാട്ടോ ഇത് ചെയ്തിട്ടിരിക്കുന്നത്. അതേപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല കട്നി മാർബിൾ ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ഡയമണ്ട് കട്ടൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുള്ള ബുക്ക് മാച്ചും ചെയ്ത് ഭംഗിയായിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന സിറ്റ് ഔട്ടിൻ്റെ ഒരു സ്റ്റൈല് പറയാം. ഇവിടെ ഉണ്ടായിരുന്ന സിറ്റ് ഔട്ടിൻ്റെ ലെങ്തി സിറ്റ് ഔട്ടായിരുന്നു. മുമ്പ് കാലങ്ങളിലുള്ള വീടുകൾ ഏകദേശം 20 വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിറ്റ് ഔട്ടിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണവന്മാരൊക്കെ വന്നിരിക്കുന്ന വലിയ സിറ്റ് ഔട്ടുകളാണല്ലോ. അങ്ങനെ ഉണ്ടായിരുന്ന സിറ്റ് ഔട്ട് ഇവിടുന്ന് ലെങ്ത്തിൽ അങ്ങ് പോയായിരുന്നു. അതേപോലെ അങ്ങോട്ട് ഒരു എൽ ഷേപ്പിൽ വന്നിരുന്നു. ഈ ഭാഗത്ത് എൽ ഷേപ്പ് ഇങ്ങനെയാണ് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന മാറ്റം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയനെ ഇവിടെ ഒരു വാൾ വന്നു, അതിനെ ബ്രേക്ക് ചെയ്തു. ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് ബ്രേക്ക് ചെയ്തു. അതുപോലെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് അവിടെയും ബ്രേക്ക് ചെയ്തു. ഈ ഒരു ഭാഗത്ത് പ്രയർ ഏരിയ വന്നു. അതുപോലെ
ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമും വന്നു. അങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് ചെറുതാക്കിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ചെറുതാണെന്ന് പറയാൻ വയ്യ, ഉള്ളതിൽ ചെറുതാക്കി മാറ്റിയിരിക്കുന്നത്. ഇനി ഈ സിറ്റ് ഔട്ടിനെ നമുക്ക് എൻട്രിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വീടിൻ്റെ ഡോറും അതുപോലെ വുഡൻ വിൻഡോയും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഏത് കാലഘട്ടത്തിലാണ് ഈ വീട് നിർമ്മിച്ചതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല. ഈ കാണുന്ന വോളിലൊന്നും നിങ്ങൾക്ക് ചേഞ്ച് കാണാൻ പറ്റില്ല. വരുന്ന ചേഞ്ചുകൾ അകത്താണ്. ഇനി ഈ കാണുന്ന വോളിനെ പുതിയത് ചെയ്താണ്. ഇതിനകത്താണ് പ്രെയർ ഏരിയ വരുന്നത്. നമുക്ക് ചേഞ്ചുകൾ ഓരോന്നായിട്ട് നോക്കി മനസ്സിലാക്കാം. വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രൻസ് ഫീല് തന്നെ കിട്ടുന്നുണ്ട്. ഇത് സെയിം കർവ്, നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട സെയിം കർവുകൾ ഇവിടെ ഒരുപാട് കാണാനുണ്ട്. ഈ കാണുന്ന ഷോ വാളിൽ കാണാം, അതുപോലെ ഈ വിൻഡോകളിൽ കാണാം, അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ കാണുന്നുണ്ട്. നല്ലൊരു സിറ്റിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കളർ പറയുകയാണെങ്കിൽ നല്ല ടെർക്കോയ്സ് കളറിലാട്ടോ കൊടുത്തിരിക്കുന്നത്. 2 സിംഗിൾ സീറ്റും അതുപോലെ ഒരു 3 സീറ്ററുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സെൻറ്റർ ടേബിളും കൂടെ വന്നപ്പോൾ ഈ ഒരു ഏരിയ നല്ല ക്യൂട്ടായി. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട 2 കാര്യം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ സെയിം ഡിസൈനുകൾ പല ഏരിയകളിലും ഒരുപോലെ കൊടുത്തു എന്നുള്ളതാണ്. ഇതിൻ്റെ കേർട്ടൻസ് ആണെങ്കിൽ നല്ല പ്ലീറ്റഡ് കേർട്ടൻ കൊടുത്തപ്പോൾ അത് സീലിംഗിൽ നിന്ന് മേലേന്ന് വരുന്ന രീതിയിലാട്ടോ ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ കോവ് ലൈറ്റും ഉണ്ട്, അതുപോലെ നല്ല ജിപ്സം കൊണ്ട് താഴ്ത്തിയിട്ട് തന്നെയാണ് ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് വരുന്ന ഏരിയ ശ്രദ്ധിച്ചോ, ഇവിടെയാണ് മുമ്പുണ്ടായിരുന്ന ഷെൽഫ്. നമുക്കറിയാം ഏകദേശം 10-20 വർഷം മുൻപൊക്കെ ഉണ്ടാകുന്ന വീടുകളിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഷെൽഫുകൾ കാണാം. അങ്ങനെയുള്ളൊരു ഷെൽഫ് ഉണ്ടായിരുന്ന സ്ഥലമാണിത്. അത് റിമൂവ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് ഈ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ്. നല്ലൊരു പ്രൈവസി കിട്ടുന്നതിനും അതുപോലെ ചെറിയൊരു ട്രാൻസ്പെറൻസി അപ്പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ആദ്യം നിങ്ങളോട് പറയേണ്ടത് ഈ കാണുന്ന എൻട്രൻസ് ആണ്. ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ, നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട അതേ ഷേപ്പ്. ഡിസൈനർ ഏറ്റവും കൂടുതൽ ഡിസൈൻ ലെവലിനെ ശ്രദ്ധിച്ചു എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഈ ഒരു എൻട്രൻസ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റുന്ന വലിയ ക്യൂട്ടായിട്ടുള്ള വലിയൊരു ഹാളാണല്ലോ. ഈ ഹാളിലും ഒരുപാട് ചേഞ്ചസ് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നായിരുന്നു മുമ്പ് കിച്ചണിലേക്കുള്ള എൻട്രൻസ്. ആ എൻട്രൻസ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വാളിനെ നല്ല ഹൈലൈറ്റ് വാളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ LED സ്ട്രിപ്പ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ വാൾപേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വാൾപേപ്പറാണ്. നല്ലൊരു ഡൈനിങ് സ്പേസ് ഉണ്ട്. പക്ഷേ ഈ കാണുന്ന ഏരിയയിലുള്ള കേർട്ടൻ കണ്ടില്ലേ, നല്ല പ്ലീറ്റഡ് കർട്ടനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു റിനോവേഷൻ ആണെന്ന് ഫീൽ ചെയ്യുക ഇതിങ്ങനെ തുറന്നിടുമ്പോഴാണ്. അതിനെ എങ്ങനെ കവർ ചെയ്യുമെന്നാണ് ഈ പ്ലീറ്റഡ് കർട്ടൻ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയുള്ള ഡോറ് കാണാൻ പറ്റും. ഇത് പ്രെയർ ഏരിയ അല്ലെങ്കിൽ പ്രെയർ ഹാളിലേക്കുള്ളതാണ്. നേരെ സിറ്റ് ഔട്ടിനെ കട്ട് ചെയ്ത് ചെറുതാക്കി ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയയാണ് ഈ ഒരു പ്രെയർ ഏരിയ. നമുക്കറിയാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിനോവേഷൻ വീടാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചേഞ്ചുകൾ ഇതിൽ കാണാൻ പറ്റും. കൂടുതൽ മോഡേൺ സ്റ്റൈലുകൾ കാണാൻ പറ്റില്ല. ഫ്ലോർ ഏരിയ മുഴുവനായിട്ട് കട്നി മാർബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് അഡീഷണൽ വന്ന ഏരിയയിലേക്കും പുതിയ കട്നി മാർബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ടേബിൾ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർബിളിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഡിഫറെൻറ്റ് കളറുള്ള മാർബിൾ ടോപ്പോടും നല്ല ലെഗോടും കൂടിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ടേബിളാണ്. മേലെ കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ള സിംഗിൾ ലൈറ്റ്. അതുപോലെ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ജിപ്സം സീലിംഗ് എല്ലാ ഏരിയകളും കവർ ചെയ്തിട്ടുണ്ട്. ട്രാക്ക് ലൈറ്റ് ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നു, സ്പോട്ട് ലൈറ്റ് മറ്റൊരു സൈഡിൽ കൊടുത്തിരിക്കുന്നു. ഈ കാണുന്ന വാഷ് ബേസിൻ കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇത് മുമ്പ് ഉണ്ടായിരുന്ന സ്ഥലം എന്താ അവിടെയായിരുന്നു. അവിടെ നിന്ന് എടുത്തിട്ടാണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ സ്റ്റെയർ ഏരിയ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതാണ് സ്റ്റെയർ ഏരിയ. ഇവിടെ ഭാവിയിൽ ഒരു അബ്ലൂഷൻ ഏരിയ വരാനുള്ള ഒരു ഏരിയയാണ്. അവിടെയാണ് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വീടിൻ്റെ മുമ്പുണ്ടായിരുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മെയിൻ ഹോൾ ഇതാണ്. അതുപോലെ ഇത് കിച്ചൺ, ഇവിടെ ഇത് അവസാനിക്കുകയായിരുന്നു. ഈ കിച്ചണിൽ അവസാനിക്കുന്ന ഒരു വീടായിരുന്നു. അതിനെയാണ് ഇനി മോഡിഫൈ ചെയ്തത്. ഇപ്പോൾ ഈ കാണുന്ന എൻട്രൻസ്, ഒരു മിനിറ്റ്, ഈ എൻട്രൻസും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന പാസേജിൽ കണ്ടില്ലേ, ഇതിൻ്റെയും ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ റെക്റ്റാങ്കിൾ ആക്കി സ്ക്വയർ ആക്കി കട്ട് ചെയ്തിട്ടായിരുന്നു. പക്ഷേ വീടിൻ്റെ ഡിസൈൻ എലമെൻറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അതുകൂടെ ചെയ്തിട്ടുള്ളത്. ഇനി വന്നിരിക്കുന്ന ഏരിയ ഇതാണ് മുമ്പുണ്ടായിരുന്ന കിച്ചൺ. ഈ കിച്ചണെയാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന കിച്ചൺ അപ്പുറത്ത് വർക്ക് ഏരിയ അങ്ങനെ ഉണ്ടായിരുന്നത്. ആ കിച്ചനെ ഇപ്പോൾ ഒരു സ്പേസ്, ഫ്രീ സ്പേസ് ആയിട്ട് ഒരു മോഡുലാർ സെറ്റിങ്സിൽ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ മൾട്ടിവുഡ് അല്ലെങ്കിൽ PVC ബോർഡ് യൂസ് ചെയ്ത് ലാമിനേറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഷോർട്ട് ടൈലുകൾ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെയൊക്കെ യൂണിറ്റുകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ ഡോറാണ്, ഹാൻഡിൽ ഫ്രീ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽ യൂസ് ചെയ്തിട്ടും കൊടുക്കുന്ന ഡോറുകൾ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട്
അതുപോലെ ഷെൽഫ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ ഫുൾ ആയിട്ടുള്ള സ്ലാബ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 45 കട്ട് ചെയ്തിട്ടാണ് അതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഫുൾ ലെങ്ത്തുള്ള ഒരു ക്രോക്കറി ഷെൽഫ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് സാധാരണ അലൂമിനിയത്തിലാണ് നമ്മൾ കാണാറുള്ളത്, PVC-യിൽ അതിനെയാണ് ഈ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. ഇതാ ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഫാമിലി സിറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ആർട്ട് വർക്ക് ഉണ്ട്, മേലെ ഷെൽഫ് ഉണ്ട്. വീണ്ടും ഇതാ നമ്മൾ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇവിടെയാണ് നമ്മൾ ഈ ഡിസൈൻ ബ്രേക്ക് ആവുന്നത്. നേരെ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വിശാലമായിട്ടുള്ളൊരു കിച്ചൺ. ഇത് ഈ വീട്ടിലേക്ക് അഡീഷണൽ ആയിട്ട് ചെയ്ത കിച്ചണാണ്. ഈ ഒരു സ്പേസ് തന്നെ കണ്ടില്ലേ, നല്ല വിശാലത നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. മേലേക്ക് നോക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് സ്ലാബിനെ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. അതിൽ എക്സ്ട്രാ പ്ലാസ്റ്റിങ്ങും കൊടുത്തിട്ടില്ല. അതിന് താഴെയാണ് ജിപ്സം കൊണ്ടുള്ള ബോർഡറുകൾ കൊടുത്തിരിക്കുന്നത്. മേലെ ചുറ്റും നിങ്ങൾക്ക് സീലിങ്ങിലേക്ക് മാക്സിമം ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിയിലേക്ക് വരുമ്പോൾ വൈറ്റ് കളറുള്ള ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ആ ടൈലിൽ നിന്ന് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ കൗണ്ടർ ടോപ്പ് വന്നിരിക്കുന്നത്. അതും വൈറ്റ് കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഗ്രീൻ കളറിലെ ലാമിനേറ്റ്സ് മൾട്ടിവുഡ് അല്ലെങ്കിൽ PVC ബോർഡിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നല്ല ആക്സസറീസും യൂണിറ്റുകളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ മാക്സിമം സ്റ്റോറേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായകമായിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചിമ്മിനിക്ക് പകരം എക്സ്റ്റോസാണ് കൊടുത്തിരിക്കുന്നത്. ആ രീതിയിലും പല ഡിസൈനുകൾ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു കിച്ചൺ, എക്സ്ട്രാ വർക്ക് ഏരിയ ഈ സൈഡിലേക്ക് വരുന്നു, എക്സ്ട്രാ ക്രോക്കറി ഷെൽഫുകൾ ഈ സൈഡിലേക്ക് വരുന്നു, അതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റ് അത് ഇവിടെ വരുന്നു, അതുപോലെ ഫ്രീ ടൈമിൽ സിറ്റിങ്ങിന് അതിന് സ്ഥലം ഇവിടെയും വരുന്നു. ഇതിന് താഴെയും സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം അലൂമിനിയത്തിലുള്ള വിൻഡോകളാട്ടോ. മേലെയും കാണാം ഫിക്സഡ് ആയിട്ട്, ഇവിടെ സ്ലൈഡിങ് ആയിട്ടും കാണാം. അങ്ങനെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണിലാണ് നമ്മളുള്ളത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിനോവേഷനെ കുറിച്ചാണ്. വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ സ്ട്രക്ചറിൽ ശ്രദ്ധിക്കാറുണ്ട്, ബീമുകൾ എങ്ങനെ പോയിട്ടുണ്ട് ശ്രദ്ധിക്കാറുണ്ട്, പൊളിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷനുണ്ട്. ഇനി ബെഡ്റൂമിൽ ചെയ്ത മാറ്റങ്ങളൊന്ന് കണ്ടാലോ. വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത്. വലിയൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുമ്പുണ്ടായിരുന്ന സിറ്റ് ഔട്ടിനെ കുറച്ച് കടമെടുത്തുകൊണ്ടാണ് ഈ ഒരു ബെഡ്റൂമിനെ ഇത്രയും വലുതാക്കി കേട്ടോ. അതുകൊണ്ട് ഏകദേശം നമുക്കൊരു 5 മീറ്ററോളം ഇതിന് നീളം കിട്ടി. അതുപോലെ ഇങ്ങോട്ടാണെങ്കിൽ ഒരു 4 മീറ്ററോളം നീളം കിട്ടി. അതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഒന്ന്, ഇവിടെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു സിറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ടൈലാട്ടോ ചെയ്തിരിക്കുന്നത്. ബേ വിൻഡോ, അതുപോലെ കർട്ടൻ റോമൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തു. വലിയ വിൻഡോ, നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ട ആ ഫിക്സഡ് വിൻഡോ ഇവിടെയാട്ടോ വരുന്നത്. അതുപോലെ വാർഡ്രോബിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഇവിടെയും കാണാം. ഇത് ഹെഡ് ബോർഡിനെ ഇതുപോലെ ലാമിനേറ്റ്സിൻ്റെ കൂടെ ഫാബ്രിക്കും കൂടെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്പേസാണ് ഇത് കാണുന്നത്. നല്ലൊരു ആവശ്യത്തിനുള്ള, നമുക്ക് കുറച്ച് കാലം ജീവിക്കുമ്പോഴേ അറിയുള്ളൂ നമുക്ക് എത്ര സൈസുള്ള ബെഡ്റൂം വേണം, അതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണമെന്ന്. അങ്ങനെ മനസ്സിലാക്കി ചെയ്ത ഒരു ബെഡ്റൂമാണിത്. ഇവിടെ ഉണ്ടല്ലോ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിങ് മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോടുള്ള ഒരു ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ഈ ഒരു റിനോവേഷൻ എന്ന് പറഞ്ഞാൽ, റിനോവേഷൻ നമ്മൾ പല രീതിയിൽ കാണിക്കാറുണ്ട്, വീട് പുതിയതാക്കിയതുപോലെ കാണിക്കാറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് മിക്സഡ് ആണ്. കുറച്ച് മുമ്പുണ്ടായിരുന്നത് അവിടെ കീപ്പ് ചെയ്തു, കുറച്ച് ഡിസൈനുകൾ ആഡ് ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് പോക്കറ്റ് കാലിയാതെ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട് നിങ്ങൾ റിനോവേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ വീട്ടിൽ റിനോവേഷനും അപ്പുറം പുതിയ ഐഡിയകൾ ഒരുപാടുണ്ട്. നിങ്ങളുടെ പുതിയ വീടിനും യൂസ് ചെയ്യാം, റിനോവേറ്റ് ചെയ്യുന്ന വീടിനും യൂസ് ചെയ്യാം. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് മെറ്റീരിയൽസിനെ കുറിച്ചാണെങ്കിലും വീടുകളെ കുറിച്ചാണെങ്കിലും ഒക്കെ വീഡിയോകളാണ് നമ്മുടെ ഡെക്കോ ഡിസൈൻ എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. അതുപോലെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.